നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആഹാ, അപ്പോഴേക്കും കമ്പിയില്ല കമ്പിയും എത്തിയോ? പ്രീതി പറഞ്ഞില്ല ആന്റി. ഞാൻ വെറുതെ വിളിച്ചപ്പോ പ്രീതി ഹോസ്പിറ്റലിൽ വരുന്ന കാര്യം പറഞ്ഞതാ. വസുമതി ആന്റിയും പ്രീതിയും ഒക്കെ എത്തിയിട്ടുണ്ടല്ലോ. എന്താണാവോ സീൻ? ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ നിനക്ക്? DNA ടെസ്റ്റിന്. വസുമതി വെറും വാക്ക് പറയാണെന്ന് കരുതിയോ നീ? DNA ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞാ നടത്തിയിരിക്കും. ഞങ്ങൾക്കതില് എതിർപ്പൊന്നുമില്ല ആന്റി. ആ, എതിർപ്പുണ്ടെങ്കിലും ടെസ്റ്റ് നടന്നിരിക്കും. അതിന്റെ റിസൾട്ട് അറിഞ്ഞിട്ടേ ഇവൾക്ക് എന്റെ മകന്റെ ഭാര്യയായി അംഗീകാരമുള്ളൂ. പറഞ്ഞതാണല്ലോ നിന്നോട് നേരത്തെ അത്. വഞ്ചകി, നീ ഭാമാന്റിയെ ചതിക്കായിരുന്നല്ലേ? അതെ, ഡോക്ടർ അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ഇത് അപ്പൊ ശാലിനി, പ്രീതിക്ക് DNA ടെസ്റ്റ് നടത്താൻ പോവാ. ഞാനൊന്ന് ഉരച്ചു നോക്കട്ടെ, സത്യഭാമയുടെ മകള് താനി തങ്കം തന്നെയാണോന്ന്. വാ. ശാലിനി, അമ്മ ഇതൊന്നും അറിയില്ല. അത്രേ ഉള്ളൂ, ആകെ ഒരു പേടി. പ്രീതി, ഒന്നും പേടിക്കണ്ട. എല്ലാം കൂടെ ആന്റിയെ കബളിപ്പിക്കുകയാണല്ലേ? ഇതുവരെ സുസ്മിത പയറ്റിയതെല്ലാം കുതന്ത്രങ്ങളായിരുന്നു. പക്ഷേ ഇപ്പൊ നീയൊക്കെ വന്ന് വീഴാൻ പോകുന്നത് സ്വയം ഒരുക്കിയ കെണിയില്ല. ഒരു വെടിക്ക് രണ്ടല്ല, 20 പക്ഷിയെ വീഴ്ത്തി കാണിച്ചു തരാം ഈ സുസ്മിത. ശരിയാക്കി തരാം ശാലിനി. സുസ്മിതേ, എവിടെയാ നീ? ഇവിടെ കുറച്ചു നേരമായിട്ട് കാണുന്നില്ലല്ലോ. ഞാൻ ഹോസ്പിറ്റലിൽ ആന്റി. ഹോസ്പിറ്റലിലോ? എന്തു പറ്റി നിനക്ക്? എനിക്കൊന്നും പറ്റിയിട്ടില്ല ആന്റി. പറ്റാൻ പോകുന്നത് ആന്റിക്കാ. മനസ്സിലായില്ല. സത്യഭാമെന്ന് പറഞ്ഞ ആൾക്കാർക്കൊരു ബഹുമാനവും പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആദരവോടെ നിന്നിരുന്നവർ നാളെ മുതൽ ആന്റിയുടെ മുഖത്ത് നോക്കി പരിഹസിച്ച് ചിരിക്കും. നീ കാര്യം പറ സുസ്മിതേ. ആന്റിയുടെ പുന്നാര മരുമകളുണ്ടല്ലോ ശാലിനി, അവള് പ്രീതിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുക. എന്തിന്? DNA ടെസ്റ്റിന്. വേറെന്തിനാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.